അതോടൊപ്പം തന്നെ പിണറായി വിജയൻ സഖാവ് വീട്ടിൽ കുത്തിറക്കുമോ അതോ സതീശൻ സാർ അവറുകൾ വനവാസത്തിന് പോകുമോ, രാഷ്ട്രീയ വനവാസത്തിന് പോകുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ഇല്ലെങ്കിൽ ഏതൊരു നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനോടും ഇപ്പോഴത്തെ പിണറായി വിജയൻ തുടങ്ങിയ മന്ത്രിസഭയുടെ സർക്കാരിൻ്റെ ഭരണം തുടരണോ വേണ്ട എന്ന് ചോദിച്ചാൽ ആ കമ്മ്യൂണിസ്റ്റുകാരൻ പറയാൻ വേണ്ട എന്നായിരിക്കും. കാരണം തുടർച്ചയായ 10 വർഷം മൂലമുള്ള ഭരണം കൊണ്ട് അഹങ്കാരവും ദാഷ്ട്രവും തലക്ക് പിടിച്ചൊരു സർക്കാരാണ് നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്നത്. ഇതേ സർക്കാരിനെ തന്നെ ഇനി ഭരണം ഏൽപ്പിച്ചാൽ ആ അഹങ്കാരത്തിൻ്റെ അധികാരത്തിൻ്റെ മത്തു കൂടുകയുള്ളൂ, കുറയില്ല. അതുപോലെ തന്നെയാണ് ഏതൊരു നല്ലൊരു കോൺഗ്രസ്സുകാരനും ചോദിച്ചാൽ പറയാ ഭരണം കിട്ടണം. പക്ഷേ ഈ നേതാക്കന്മാരുടെ അടിപിടിയും മറ്റതും മറിച്ചതൊക്കെ ആയാൽ എങ്ങനെ ജനങ്ങൾ മാറിക്കുത്താൻ ചിന്തിക്കും എന്നുള്ളതും ഒരു സംഭവമായൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത് നല്ലവരായ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ്സുകാരും എന്നുള്ളതാണ്. പക്ഷേ ഇതൊന്നും ആരെ ബാധിക്കണില്ല? അടിമകളെ ബാധിക്കണില്ല. അടിമകളായ അന്തംഗമ്യാക്കും അന്തംകൊങ്ങിയാക്കുന്നൊന്നും ഇത് മനസ്സിലാവില്ല. ബൽക്ക് എപ്പോഴും ന്യായീകരിച്ചേ നിൽക്കുകയാണ്. അത് ചെയ്യരുത്. രാഷ്ട്രീയമായാൽ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പ്രശംസിക്കുകയും അവർ ചെയ്യുന്നതിനെ വിമർശിക്കുകയും ചെയ്യണം. ചീത്ത കാര്യങ്ങളെ വിമർശിക്കുകയും ചെയ്യണം. തെറ്റ് കണ്ടാൽ പ്രതികരിക്കണം. അത് നിങ്ങൾ ചെയ്യണില്ല. നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്യും, നല്ലൊരു കോൺഗ്രസ്സുകാരൻ ചെയ്യും. അപ്പോൾ ഇന്ന് പരസ്യ പ്രചാരണവും കലാശക്കൊട്ടും കഴിഞ്ഞ സ്ഥിതിക്ക് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നമ്മളെല്ലാവരും വോട്ട് ചെയ്യാൻ വേണ്ടി ബൂത്തുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ വോട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ പിണറായി വിജയൻ സഖാവ് വീട്ടിൽ കുത്തിറക്കുമോ അതോ സതീശൻ സാർ അവറുകൾ വനവാസത്തിന് പോകുമോ, രാഷ്ട്രീയ വനവാസത്തിന് പോകുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ഇല്ലെങ്കിൽ കൊണ്ടറിയും. നിങ്ങൾ കമൻറ്റ് പറയാം കേരളം ആര് തോക്കുന്നുള്ളത്. അപ്പോൾ ഓക്കെ, ബൈ.